ഹലോ. അപ്പോഴേ ഒരു യാത്ര പോകാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം നിങ്ങൾ 2 വീഡിയോസ് കണ്ടു കാണും. ഒന്ന് നമ്മുടെ ഏരിസ്പെക്സ് തിയേറ്ററിലെ വീഡിയോയും അതുപോലെ തന്നെ നമ്മുടെ കോഴിക്കോട് പലാക്സി സിനിമാസിലെ എപ്പിക് തിയേറ്ററിന്റെ വീഡിയോ. ഈ 2 വീഡിയോയും ചെയ്താരെന്നറിയോ? നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആണ്. അതിലുപരി അവർ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലെ മെമ്പേഴ്സ് ആണ് കേട്ടോ. അപ്പോൾ അവരുടെ ജീവിതത്തിലെ ആദ്യത്തെ വ്ളോഗാണ് നിങ്ങൾ കണ്ടത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ആണ് കേട്ടോ. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഈ അടുത്തായിട്ട് ജോയിൻ ചെയ്ത ശിവശങ്കറാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഏത് തിയേറ്റർ എന്നറിയോ? നമ്മുടെ പുത്തേട്ട് സിനിമാസ് പാലം ഉണ്ടല്ലോ, പുള്ളിക്കാരൻ്റെ വീഡിയോ അവിടെയാണ്. അപ്പോൾ ആ തിയേറ്ററിൻ്റെ വീഡിയോ ആണ് നിങ്ങൾ ഇന്ന് കാണുന്നത്. അപ്പോൾ എനിക്ക് അവൻ ആ വീഡിയോ ചെയ്തിട്ട് അത് അയച്ചു തന്നു. അപ്പോൾ ഞാൻ ഇതിങ്ങനെ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എടുത്തു വെച്ച സമയത്ത് ഇവരിങ്ങനെ പറഞ്ഞു എങ്ങോട്ടൊക്കെയോ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യമേ, ഇനി ഇവൻ പ്രൊമോഷൻ ചെയ്യുവാണോ പുത്തേട്ട് സിനിമാസിൻ്റെ? അങ്ങനത്തെ അവസ്ഥയിലേക്കൊക്കെ ഞാൻ എത്തി. കാര്യം തിയേറ്ററിനെ കുറിച്ച് പുകഴ്ത്തി എങ്ങോട്ടൊക്കെയോ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഒരു നീണ്ട വീഡിയോ ആയിരുന്നു. അപ്പോൾ ഞാൻ ചുരുക്കിയിട്ടുണ്ട്. എനിക്ക് ഇതിനകത്ത് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ തിയേറ്റർ മാനേജ്മെൻറ്റ് അവിടെ വന്ന് സിനിമ കാണുന്ന ആൾക്കാരെ നല്ല രീതിയിൽ ടേക്ക് കെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും നിങ്ങൾക്ക് ഇതുപോലത്തെ കാര്യങ്ങൾ കേൾക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ആ വീഡിയോ ആണ് നിങ്ങളിന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ ഇനി ഞാൻ പറഞ്ഞങ്ങോട്ട് വലിച്ചു നീട്ടുന്നില്ല. അപ്പോൾ നിങ്ങൾ കണ്ടുപോക്ക്. പിന്നെ പടം തുടങ്ങിയപ്പോൾ പിന്നെ പറയണ്ട് വന്നോളം ഇവരെല്ലാ സ്റ്റുഡൻസും ഭയങ്കര എനർജറ്റിക് ക്രൗഡ്. മഹേഷ് ബാബുവിന്റെ ഫാൻ എഡിറ്റ് വീഡിയോ, ബോട്ടിന്റെ ട്രെയിലറൊക്കെ ഇട്ടപ്പോൾ അതിനൊക്കെ കയ്യടി കൂച്ച. ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പേര് ശിവശങ്കർ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ വ്ളോഗ് എടുത്തിട്ടില്ല. എന്തിന് ഇങ്ങനെ ക്യാമറയുടെ മുമ്പിൽ ഇരുന്ന് സംസാരിച്ചിട്ട് പോലും ഇല്ല. ഈ തിയേറ്ററുകളോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഭയങ്കര ഫിലിം എന്തൂസിയാസ്റ്റും, പിന്നെ ഫിലിം എന്തൂസിയാസ്റ്റ് ആയതുകൊണ്ട് തിയേറ്റർ എന്തൂസിയാസ്റ്റുമായി. അങ്ങനെ രണ്ടിൻ്റെ എന്തൂസിയാസ്റ്റാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് ഓർത്തു. അങ്ങനെ ഫുൾ കോൺഫിഡൻസോടെ ഞാൻ വ്ളോഗ് എടുക്കാൻ വേണ്ടി പോയി. സോ ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പേര് ഹലോ നിൽക്കുന്നില്ലല്ലോ. ഡ്രസ് എടുക്കുമ്പോഴത്തേനും നമുക്ക് പോവാം. കാരണം സ്റ്റാൻഡിലെത്തിയിട്ടുണ്ട്. ഇതായിരുന്നു അവസ്ഥ. എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്തേരെ. ഇപ്പൊ നിങ്ങൾ സ്ക്രീൻ 1-ന്റെയും സ്ക്രീൻ 2-ന്റെയും വിഷ്വൽസ് കണ്ടു. അവിടുത്തെ ഏറ്റവും ചെറിയ സ്ക്രീനാണ് സ്ക്രീൻ 1, സ്ക്രീൻ 2. ഏറ്റവും വലിയ സ്ക്രീൻ 3 ആണ്. അപ്പോൾ സ്ക്രീൻ 1-നെയും 2-നെയും പറ്റി സെപ്പറേറ്റ് ആയിട്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം രണ്ടും ഇരട്ടകളെ പോലെ. ആ കളറും പിന്നെ സീറ്റും മാത്രമേ വ്യത്യാസമുള്ളൂ. സെയിം പ്രൊജക്ടർ, സെയിം സൗണ്ട് സിസ്റ്റം, എല്ലാം സെയിം ആണ്. ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് അറിഞ്ഞില്ല. ചിലപ്പോൾ ചെറിയ എന്തെങ്കിലും വ്യത്യാസം കാണും. സൈസ് വരെ സെയിം ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തോ സ്ക്രീൻ 2-ന് കുറച്ചുകൂടെ വലിപ്പമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ചെറിയ വ്യത്യാസമേ ഉള്ളൂ, എന്നാലും വെരി ഐഡന്റിക്കൽ. എക്സ്പീരിയൻസ് സെയിം ആണ് രണ്ടിടത്തും. 3D പടങ്ങൾ മാത്രം അവിടെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല, പക്ഷേ ബാക്കി പടങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ രണ്ടിടത്തും വരുന്ന 2K RGB ലേസർ പ്രൊജക്ടേഴ്സ് ആണ്.
ഇത് 2K പ്രൊജക്ടേഴ്സ് ആണെന്ന് ഓർത്ത് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. സാധാ 4K വലിയ തിയേറ്ററുകളിലെ ലാമ്പ് പ്രൊജക്ടേഴ്സിനെക്കാളും കിട്ടുക്കൻ എന്ന് വെച്ചാൽ പിക്ചർ ക്വാളിറ്റിയാണ് ഈ 2K ലേസർ പ്രൊജക്ടറിന്. കാരണം ലേസർ പ്രൊജക്ടർ എക്സ്പീരിയൻസ് ചെയ്തവർക്ക് അറിയാം, കിട്ടുക്കൻ ബ്രൈറ്റ്നസ്, കിട്ടുക്കൻ കളർ ആക്യുറസി, പിന്നെ ബ്ലാക്ക് ലെവൽസ് എല്ലാം അടിപൊളിയാണ് ലേസർ പ്രൊജക്ടറിൽ. നല്ല ഇങ്ങനെ തിളങ്ങി നിൽക്കുക സ്ക്രീന്. പിന്നെ ക്രിസ്റ്റിയുടെ പ്രൊജക്ടറാണ്, അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. സൗണ്ടിന്റെ കാര്യം പറയുകയാണെങ്കിൽ 18 സൗണ്ടിന്റെ സ്പീക്കേഴ്സ് ആണ് വന്നിരിക്കുന്നത്. ഡോൾബി അറ്റ്മോസ് 32 ചാനലാണ്. സൗണ്ടും രണ്ട് സ്ക്രീനും ഏകദേശം സെയിം തന്നെയാണ്. ഇനി കുറച്ചുകൂടി ഇത്തിരി ഇഷ്ടം സ്ക്രീൻ 1ലെയാണ്. വലിയ ഡിഫറൻസ് ഒന്നും പറയാനില്ല. കുറെ സിനിമകൾ കാണുമ്പോൾ നമുക്ക് ചെറിയ 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 വ്യത്യാസങ്ങളൊക്കെ തോന്നില്ല. അങ്ങനെ ഞാൻ പറഞ്ഞാണ് സ്ക്രീൻ 1ലാണ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം. നിങ്ങൾ പെട്ടെന്ന് ആദ്യമായിട്ടാണ് പോകുന്നെങ്കിൽ ഡിഫറൻസ് പോലും മനസ്സിലാകത്തില്ല. അപ്പോൾ സൗണ്ട് രണ്ടിടത്ത് അടിപൊളിയാണ്, പ്രോപ്പർലി കാലിബ്രേറ്റഡ് സൗണ്ട് ആണ്, പക്കയാണ്. സറൗണ്ടൊക്കെ പക്കായിട്ട് കിട്ടും, അടിപൊളിയാണ് സൗണ്ട്. പിന്നെ സീറ്റ്, ലെഗ് സ്പേസ് എക്സെട്ര അതൊക്കെ ഓക്കെയാണ്, ഒരു പ്രശ്നവുമില്ല. സ്ക്രീൻ 3 പോകുന്നതിന് മുമ്പ് എനിക്ക് ഇവിടുത്തെ മാനേജ്മെന്റിനെ പറ്റി പറയാതിരിക്കാൻ വയ്യ. ഇവിടുത്തെ സ്റ്റാഫ്സും നമ്മുടെ റോഹിത് ചേട്ടനെ പറ്റി പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നതൊക്കെ റോഹിത് ചേട്ടനോടാണ്. റോഹിത് ചേട്ടൻ എന്ന് പറഞ്ഞാൽ നൈസ് മനുഷ്യൻ, എന്ത് കമ്പനിയാണെന്നറിയോ. ഞാൻ എത്ര സിനിമകൾ റോഹിത് ചേട്ടനെ വിളിച്ച് ശല്യപ്പെടുത്തി ഇടിപ്പിച്ചിട്ടുണ്ടെന്നറിയോ. സ്പൈഡർമാൻ അക്രോസ് ദി സ്പൈഡർ വേഴ്സ്, കില്ല്, കുറെ പടങ്ങൾ അങ്ങനെ വിളിച്ചിട്ടില്ല. സപ്തസാഗര ദാച്ചല്ലോ, സൈഡ് ബി, കന്നഡ സിനിമ, അതിന്റെ മലയാളം ഡബ് കോട്ടയത്ത് കുറച്ചേ റിലീസ് ഉണ്ടായിരുന്നുള്ളൂ. ഞാനത് വിളിച്ച് പറഞ്ഞ് ഇടിപ്പിച്ച് എനിക്ക് വേണ്ടി അത് സ്ക്രീൻ 3 ഷോ ഇട്ട് തന്നു. അത്രയ്ക്ക് കിട്ടുന്ന മനുഷ്യനാണ്, നമുക്ക് ഒന്നും പറയാനില്ല. മ്യൂസിക് ഡയറക്ടർ ജെയ്ക്സ് ബിജോയ് അറിയോ, ഒരു വീഡിയോ ഇടാം, കണ്ടു നോക്ക്. പാലായിൽ നമ്മളൊരു തിയേറ്റർ ഉണ്ട്, പുത്തേറ്റ് എന്ന് പറഞ്ഞാൽ പുതിയ തുടങ്ങി. അവിടുത്തെ റോയ് ചേട്ടൻ എന്നെ എപ്പോഴും വിളിക്കും. റോജറിനെ വിളിച്ചിട്ട് പറയും, ഇത് നല്ല പഞ്ചായിരുന്നു കേട്ടോ, ഇവിടുത്തെ നല്ലതായിരുന്നു, ഞങ്ങൾ എത്രയിൽ വെക്കണം. ഈ ടോക്സ് ടു ദ മിക്സ് എഞ്ചിനീയേഴ്സ്. അവരും എൻഷുർ ചെയ്യണ്ടേ, അവരുടെ കസ്റ്റമേഴ്സ് ആണ് ഓഡിയൻസ്, അവർക്കൊരു ഹോൾസം എക്സ്പീരിയൻസ് അവർ എൻഷുർ ചെയ്യണ്ടേ. അവിടെ വരുന്ന ഓഡിയൻസിന് അവർക്ക് 100% എക്സ്പീരിയൻസ് കിട്ടണമെന്ന് ഒരു ഇതുള്ളതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നുന്നത്. ബെസ്റ്റ് സ്ക്രീൻ വിത്ത് ലേറ്റസ്റ്റ് ടെക്നോളജി, അത് പെർഫെക്റ്റ് സ്ക്രീൻസ് ആണ് എല്ലാം. അതിന്റെ കൂടെ സൗണ്ട് എക്സ്പീരിയൻസ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ ഇങ്ങനെ എല്ലാം അടിപൊളിയായിട്ട് ചെയ്യുന്നു. ഞാൻ മിക്ക തിയേറ്റേഴ്സിലൊക്കെ ചിലയിടത്തൊക്കെ ചെല്ലുമ്പോൾ അവിടെ മാനേജ്മെന്റ് ഒന്നും ചിലപ്പോൾ ഫ്രണ്ട്ലി അല്ലായിരിക്കും, ആരും തിരിഞ്ഞു പോലെ നോക്കത്തില്ല, എന്തെങ്കിലും ചോദിച്ചാലൊക്കെ തന്നെ ഒരു ഇതില്ല. പക്ഷെ ഇവിടെ എന്താ എല്ലാവർക്കും കൊടുക്കുന്ന സ്നേഹമാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഫുള്ള് കമ്പനിയാണ്. സ്റ്റാഫുകളെ പറ്റി പറയുകയാണെങ്കിൽ അതുൽ ബ്രോയും ജെയ്സൺ ബ്രോയും ഇവരൊക്കെ വൻ കമ്പനിയാണ്. ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് മെസ്സേജ് വരെ ഇടും, ഇന്ന സിനിമ വരുന്നുണ്ട്, ഇപ്പൊ കാണാൻ വരുന്നുണ്ടോ, ഇന്ന സിനിമ ഷോർട്ട് ടൈം എപ്പോഴാണ് ഒക്കെ പറയുകയൊക്കെ ചെയ്യും. അപ്പോൾ നിങ്ങളിപ്പോൾ സ്ക്രീൻ 3 കണ്ടു കാണും അല്ലേ? അവിടെ പോയി സിനിമ കണ്ടിട്ടുള്ളവർ ഒരു സംശയവും കൂടാതെ പറയും, അൺഡൗട്ടഡ്ലി ടെക്നിക്കലി ദ ബെസ്റ്റ് സ്ക്രീൻ ഇൻ കോട്ടയം. അത്യാവശ്യം വലിയ സ്ക്രീൻ ഉണ്ട്. പിന്നെ പ്രൊജക്ഷൻ ഇവിടെയും ക്രിസ്ത്യനെയാണ്. ഇവിടെ 3 സ്ക്രീനിലും ക്രിസ്ത്യനെയാണ്. ബാക്കിയുള്ള സ്ക്രീനിൽ ഒന്നിലും രണ്ടിലും 9000 ലൂമൻസിന്റെ പ്രൊജക്ടറാണ്. ഇവിടെ 28,000 ലൂമൻസിന്റെ പ്രൊജക്ടറാണ്. വലിയ സ്ക്രീനല്ലേ. ബാക്കിയുള്ള സ്ക്രീനിലെ പോലെ ഇങ്ങനെ തിളങ്ങി നിൽക്കും. പിന്നെ കുറച്ച് പിക്ചർ ഡീറ്റെയിലിംഗ് കൂടുതലുള്ള 4K പ്രൊജക്ടർ ആയതുകൊണ്ട് നല്ല ക്ലിയർ പിക്ചറാണ്. ഷാർപ്പ് ആൻഡ് ബ്രൈറ്റർ, അടിപൊളി പിക്ചർ. പ്രൊജക്ടർ വരുന്നത് ക്രിസ്റ്റിയുടെ CP4330 ആണ്. പിന്നെ സൗണ്ട് ഇവിടെ 18 സൗണ്ട്സിന്റെ സ്പീക്കർ തന്നെയാണ് വെച്ചേക്കുന്നത്. പക്ഷെ ബാക്കി 2 സ്ക്രീനിൽ ചെറുതായതുകൊണ്ട് ഇതും കുറച്ച് വലുതാണ്. അപ്പൊ ഇവിടെ അതേ ബ്രാൻഡിന്റെ കുറച്ചുകൂടെ വലിയ സ്പീക്കേഴ്സ് ഇരിക്കുന്നത്. ഇവിടുത്തെ സൗണ്ട് എക്സ്പീരിയൻസ് 3 വെച്ച് മാരകമാണ്, ഒന്നും പറയാനില്ല. ഇവിടെ എനിക്ക് കിഡ്ലൻ സൗണ്ട് എക്സ്പീരിയൻസ് കുറെ പടങ്ങൾ തന്നിട്ടുണ്ട്. അങ്ങനെ എടുത്തു പറയാനായിട്ട് കൽക്കി സിനിമ മലയാളം കണ്ടന്റ് ഇവിടെ വന്നപ്പോൾ 5.1 ഓഡിയോ ഉണ്ടായിരുന്നു. കൽക്കിക്ക് അറ്റ്മോസ് ഇല്ലായിരുന്നു, ഒരു തിയേറ്ററിലും അറ്റ്മോസ് വന്നിട്ടില്ല മലയാളം. അത് ഇവിടെ കണ്ടപ്പോൾ ഒരു രക്ഷയില്ലാത്ത സറൗണ്ട്, ഒന്നും പറയണ്ട. ഞാൻ അറ്റ്മോസ് കണ്ടന്റ് ആണെന്ന് സംശയിച്ചു പോയിട്ട് ഇവിടെ ഒന്ന് ചോദിച്ചപ്പോഴാണ് മനസ്സിലായത് 5.1 ആയിരുന്നു. അതിൽ 1 ആ തിയേറ്ററിനെ പ്രശംസിക്കണം, 2 അത് മിക്സ് ചെയ്ത ആള് MR രാജകൃഷ്ണനാണെന്ന് തോന്നുന്നു. കൽക്കി 2898 മിക്സ് ചെയ്ത് 2 പേർക്ക് ഹാറ്റ്സ് ഓഫ്. സോ ഇത്രയേ ഉള്ളൂ സ്ക്രീൻ 3യെ പറ്റി പറയാൻ. കൂടുതൽ പറയുന്നില്ല, ഞങ്ങൾ പറഞ്ഞു പോകും. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമുള്ളൊരു സ്ക്രീനാണത്. ഇനി നമുക്ക് 3 സ്ക്രീനുകളിലെ സിനിമ പ്ലേ ചെയ്തപ്പോൾ എടുത്ത വീഡിയോസ് ഉണ്ട്. നിഫിൻ ബ്രോ കോപ്പിറൈറ്റ് അടിക്കുമെന്നും പറഞ്ഞ് സൗണ്ട് മ്യൂട്ട് ചെയ്ത് വെക്കുമെന്ന് അറിഞ്ഞൂടാ. നാനിയുടെ സെറിപ്പോദ ശനിവാരം അല്ലെങ്കിൽ സൂര്യ സാറ്റർഡേ ഈ സിനിമ കാണാനാണ് പോയത്. കോട്ടയത്ത് ഷോ കുറവാണ്, കോട്ടയം ടൗണിലൊക്കെ ഷോ ഉള്ളൂ, അല്ലെ തൊടുപുഴയിലൊക്കെ പോകേണ്ടി വരും. ഇവിടെ അന്വേഷിച്ചപ്പോൾ ഇവിടെ ഒരു ഷോ ഉണ്ട്, പക്ഷെ ഒറ്റ ഷോ ഉള്ളൂ. ഒരു ട്വിസ്റ്റ് ഉണ്ട്, ആ ഷോ തെലുങ്ക.
തെലുങ്കിൽ ഷോ എന്നതിന്റെ കാര്യം അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് അവിടെ IIT കോട്ടയം അല്ലെങ്കിൽ ട്രിപ്പിൾ കോളേജ് അവിടെ കുറെ തെലുങ്ക് സ്റ്റുഡൻസ് ഉണ്ട്. 20 to 30% അവിടെ ഉണ്ടെന്നാണ് അവർ പറഞ്ഞത്. അവർക്ക് എല്ലാവർക്കും കൂടെ അടിച്ചു പൊളിക്കാൻ വേണ്ടിയിട്ട് ഈ സ്റ്റുഡൻസ് എല്ലാവരും കൂടെ തിയേറ്ററിൽ നിന്ന് സംസാരിച്ച് സംഘടിപ്പിച്ച ഷോ ആണിത്. അവർ ഇതിനു മുമ്പ് ഇങ്ങനെ ഷോ സംഘടിപ്പിച്ചിട്ടുണ്ട്. നാനിയുടെ തന്നെ ദസറ, പിന്നെ മഹേഷ് ബാബുവിന്റെ ഗുണ്ടൂർക്കാരം, പിന്നെ ആദിപുരുഷിന്റെ ഒക്കെ തെലുങ്ക് ഷോ ഇവർ ഇട്ടായിരുന്നു. തിയേറ്ററിൽ നിന്ന് കേക്കൊക്കെ മുറിച്ചായിരുന്നു. അങ്ങനെ കുറെ പരിപാടികളൊക്കെ കാണുന്നായിരുന്നു. അപ്പൊ ഇവരെ അടുത്തുനിന്ന് അടുത്ത ഷോ ആണിത്. ഇതില് ടിക്കറ്റ് കിട്ടി കഴിഞ്ഞാൽ കൊള്ളാരെന്ന് ആലോചിച്ച് ഞാൻ റോഹിച്ചോനോട് ചോദിച്ചു ഇതിനൊരു ടിക്കറ്റ് കിട്ടുമെന്ന്. കാരണം കോളേജുള്ളിൽ നടന്ന ഷോ ആണ്. ടിക്കറ്റ് കിട്ടി. ആകെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, ഇത് തെലുങ്ക് ആയതുകൊണ്ട് സബ് ടൈറ്റിൽ കാണുമോ ഇല്ലയോ എന്നായിരുന്നു. പിന്നെ എന്തെങ്കിലും ആട്ടെ, കുറെ തെലുങ്ക് പടങ്ങളൊക്കെ കാണാറില്ല, കുറച്ച് തെലുങ്കൊക്കെ അറിയാം, ആ ഒരു കോൺഫിഡൻസിൽ പോയി കണ്ടേക്കാം, ആ ഒരു മൈൻഡിലങ്ങ് പോയി. ഞാൻ തിയേറ്ററിൽ കുറച്ച് നേരത്തെ തന്നായിരുന്നു ഈ വീഡിയോസ് ഒക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി. 1:30 അപ്പോൾ പിള്ളേരെല്ലാരും കൂടെ ഓരോരുത്തരായിട്ട് വരാൻ തുടങ്ങി. ഇത് ഷോ ഹൗസ്ഫുള്ളാണ്. സ്ക്രീൻ 3-ലായിരുന്നു ഷോ ഇട്ടത്. അവിടെ 250 സീറ്റോളം ഉണ്ട്. അത് മൊത്തം ഫുള്ളായി. അതിന്റെ മണ്ടലുണ്ടെന്ന് തോന്നുന്നു. അത് ഫുള്ള് ഹൗസ്ഫുൾ. ഇവര് പിള്ളേർ ഓരോന്നായിട്ട് വന്നു തുടങ്ങി. ഇവര് വന്ന് ഇവിടെ മൊത്തം ബഹളമായിട്ട് ഇങ്ങനെ ഈ നാനിയുടെ ഈ സിനിമയിലെ ഗെറ്റപ്പ് ഉണ്ട്. ഒരു ചുമല കളർ തുണിയൊക്കെ കൈ ചുറ്റിയൊരു ഗെറ്റപ്പ് ഉണ്ട്. ആ ഗെറ്റപ്പിലൊക്കെ ആൾക്കാർ വരുന്നത്. ഇവരെല്ലാ സ്റ്റുഡൻസും ഭയങ്കര എനർജറ്റിക് ക്രൗഡ്. ആന്ധ്രയിലൊക്കെ ചെന്നോലത്തെ എഫക്റ്റ് ഇവിടെ. അമ്മാതിരി ബഹളവും ഭയങ്കര വൈബും. എന്നിട്ട് തിയേറ്ററിൽ കയറി കഴിഞ്ഞപ്പോ പിന്നെ പറയണോ. മഹേഷ് ബാബുവിന്റെ ഫാൻ എഡിറ്റ് വീഡിയോ. ബോട്ടിന്റെ ട്രെയിലറൊക്കെ ഇട്ടപ്പോ അതിനൊക്കെ കൈയടി കൂച്ച. പിന്നെ പടം തുടങ്ങിയപ്പോ പിന്നെ പറയണ്ട് വന്നോളം. പക്കാ ക്രൗഡ് എനിക്ക് കിട്ടിയ ഒരു മാസ് പടമാണിത്. അപ്പൊ അതിന് പറ്റിയ ക്രൗഡിനെ കൂടെ കിട്ടി. ഒരു രക്ഷയില്ലായിരുന്നു. കിട്ടില്ല എക്സ്പീരിയൻസ്. പക്ഷെ പ്രതീക്ഷിച്ച പോലെ സബ് ടൈറ്റിൽ ഇല്ലായിരുന്നു. కోపం వచ్చే సగం పైన సందర్భాలన్నీ అర్థం లేనివే. എന്റെ സൈഡിലൊരു തെലുഗു ഫ്രണ്ട് ഉണ്ടായിരുന്നു. പുള്ളിയോട് ചോദിച്ച് കുറെ സീനൊക്കെ മനസ്സിലാക്കി. പടം മൊത്തം കണ്ടു. പടം എനിക്ക് ഇഷ്ടപ്പെട്ടു. ക്രൗഡും അടിപൊളിയായിരുന്നു. മൊത്തത്തിലൊരു കിടുക്കൻ ആൻഡ് വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരുന്നു. മറക്കാൻ പറ്റത്തില്ല. ഒരു അൺഫോർഗറ്റബിൾ എക്സ്പീരിയൻസ് ആയിരുന്നു. കേരളത്തിലെ തിയേറ്ററിൽ ഇരുന്ന് ആന്ധ്ര തിയേറ്റർ എക്സ്പീരിയൻസ് അങ്ങനെയായിരുന്നു. അവര് തെലുങ്കിലൊക്കെ ഓരോ കമന്റൊക്കെ ഇങ്ങനെ പറയും. ഒന്നും മനസ്സിലാവില്ല. പക്ഷെ നമ്മൾ കൂടെ അങ്ങ് ചിരിച്ചു കൊടുക്കും. നാനിയുടെ ഈ പടത്തിൽ കോയിൻസിഡന്റ്ലി ഈ പടത്തിന്റെ മ്യൂസിക് ചെയ്തത് ജെയ്ക്സ് ബിജോയാണ്. അപ്പൊ ഇതിന്റെ ഈ സിനിമയിലെ മ്യൂസിക്കിന് ഓൾറെഡി ഭയങ്കര പോസിറ്റീവ് റിപ്പോർട്ട്സ് ആണ്. റിവ്യൂവിൽ എല്ലാവരും പറയുന്ന മേജർ പോസിറ്റീവ് ഇതിനകത്തെ മ്യൂസിക് ആണ്. അത് ഞാനും പാട്ടുകളും BGM ഒക്കെ കേട്ടപ്പോൾ എനിക്കും തോന്നിയായിരുന്നു. പടം കാണാനുള്ള മെയിൻ കാരണം തന്നെ BGM ആണ്. സൗണ്ട് എക്സ്പീരിയൻസ് മാരകമായിരുന്നു. പ്രത്യേകിച്ച് SJ സൂര്യയുടെ ഒരു BGM ഉണ്ട്. വേട്ട വിനോദം എന്ന് പറഞ്ഞ പാട്ടായിട്ട് യൂട്യൂബിൽ കിടപ്പുണ്ട്. കേട്ട് നോക്കിയാൽ മതി. ഒരു തുടക്കത്തിലൊരു ബേസ് ബീറ്റ് ഉണ്ട്. ഇങ്ങനെ ഡ്രമ്മൊക്കെ അടിക്കുന്ന പോലെ. അതൊക്കെ കേൾക്കണം. അങ്ങ് കുലുങ്ങുക. വൈബാണ് അത് ഈ ക്രൗഡിന്റെ കൂടെ. സൗണ്ട് എക്സ്പീരിയൻസും പിക്ചർ ക്വാളിറ്റി എല്ലാം. പിക്ചർ ക്വാളിറ്റി പറയണല്ലോ. ഇങ്ങനെ ഒരു കിട്ടുകൻ എക്സ്പീരിയൻസ് ആയിരുന്നു. എന്റെ ജീവിതത്തിൽ അൺഫോർഗറ്റബിൾ ഡേ ആയിരിക്കും. കാരണം ഞാൻ ആദ്യമായിട്ട് യൂട്യൂബിന് വേണ്ടി വീഡിയോ എടുക്കുകയാണ്. അതും വ്ളോഗൊക്കെ എടുക്കാൻ പറഞ്ഞു. വ്ളോഗ് എടുത്തില്ല. വ്ളോഗ് എടുക്കണമെങ്കിൽ നമ്മൾ ക്യാമറ മുന്നിൽ സംസാരിക്കണ്ടേ. ആൾക്കാരൊക്കെ നോക്കുന്നൊക്കെ കാണുമ്പോൾ എന്തോ ഇല്ല. അപ്പൊ പിന്നെ ഇതായിരിക്കും കുറച്ചുകൂടെ രസം ഓർത്ത് ഇങ്ങനെ ചെയ്യാന്ന് പറഞ്ഞു. ഏതായാലും യൂട്യൂബിന് വേണ്ടിയിട്ട് ആദ്യമായിട്ടാണ് ലൈഫ് വീഡിയോ ചെയ്യുന്നത്. തെലുങ്ക് സിനിമ തിയേറ്ററിൽ കണ്ടിട്ടുണ്ട്. പക്ഷെ തെലുങ്ക് സിനിമ തെലുങ്ക് ലാംഗ്വേജിൽ സബ് ടൈറ്റിൽ ഇല്ലാതെ തെലുങ്ക് ഓഡിയൻസിന്റെ കൂടെ ഇരുന്ന് കണ്ട് ഫസ്റ്റ് ടൈം ഇൻ മൈ ലൈഫ്. അത് ഇത്രയും സംഭവങ്ങൾ ആ ദിവസം നടന്നു. സോ ഇങ്ങനത്തെ ഒരു സ്പെഷ്യൽ ഡേ എൻ്റെ ലൈഫിൽ ഉണ്ടാകാൻ കാരണമായ റോയ് ചേട്ടനും പിന്നെ നിഫിൻ ബ്രോയ്ക്കും എൻ്റെ താങ്ക്സ്. അപ്പൊ ശരി എന്നാ.